ഞങ്ങൾ അക്കാഡമിക്സിൽ ഇറങ്ങി ജാതി സാങ്കേതിക പ്രശ്നം കൊണ്ട് ആനിലേക്ക് അധികം എത്താൻ കഴിഞ്ഞില്ല. ആൻഡ് ഒരു മറുപടിയോടെ നമുക്ക് നിർത്താം. കാരണം ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഞാനും ആനും ഒക്കെ തല കുനിക്കേണ്ട ചോദ്യങ്ങളാണ് അനു ചോദിക്കുന്നത്. അങ്ങനെ വേർതിരിവ് നേരിട്ടിട്ടുള്ള ആരും തല കുനിക്കേണ്ട ദിവസവുമാണിന്ന്. അതെ അതെ, തീർച്ചയായും. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ ഇപ്പോൾ റിസർച്ച് സ്കോളർ ആയിട്ടുള്ള വിദ്യാർത്ഥി പറഞ്ഞ പോലെ ഏതെങ്കിലും അധ്യാപകന്റെയോ സൗഹൃദ വലയങ്ങളിലോ മനുഷ്യരുടെയോ മനസ്സിൽ ജാതിവെറി ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ നയിക്കുന്ന അധ്യാപകരുടെ മനസ്സിൽ ജാതിവെറി ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാക്കിയാൽ മാത്രമാണ് ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ഒരു ക്ലാസ് റൂമിലോ വരാന്തയിലോ ആരും ഇല്ലാത്ത സ്ഥലത്തോ ആൾക്കൂട്ടത്തിലോ വെച്ച് ആ ജാതിവെറി നോട്ടത്തിലോ നാക്കിലോ വരാത്ത രീതിയിൽ സിദ്ധാർത്ഥിന്റെ വിഷയത്തിലും നിതിന്റെ വിഷയത്തിലും നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് അതുപോലെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ ക്രിമിനലുകൾ വീണ്ടും ക്യാമ്പസിൽ കയറാതിരിക്കാൻ പോരാടുന്നത് ആ മാതാപിതാക്കൾ മാത്രമാണ്. ഭരണകൂടം അവരുടെ കൂടെ നിൽക്കുന്നില്ല മാത്രം എന്നല്ല, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന ഒരു ചാനലിൽ വന്ന ആ അമ്മ ഭരണകൂടത്തെ സർക്കാരിനെ നോക്കി പറയുന്നെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ഫൈറ്റിന്റെ ഭീകരത നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി നിതിന്റെ ഫാമിലി, നാളുകളിൽ നിതിന്റെ കുടുംബം നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവര് നിയമ നടപടിക്ക് ഇറങ്ങുമ്പോൾ അതിനെ വിജയത്തിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകൂടത്തിനാണ്, സർക്കാരിനാണ് വേണ്ടത്. ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഈ കോൺക്ലേവുകൾ, വിദ്യാഭ്യാസ കോൺക്ലേവുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചത് ഇതുപോലെയുള്ള ജാതി അധിക്ഷേപങ്ങളെ, ഒറ്റപ്പെടുത്തലുകൾക്ക് പരിഹാരം വേണം. അതുപോലെ തന്നെയുള്ള ഇടിമുറികള്, ഏകാധിപത്യ രാഷ്ട്രീയത്തിന് ഒരു അവസാനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഏകാധിപത്യ കോട്ടകളിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി നിലവിൽ വരണം എന്നുള്ളതൊക്കെ UDFന്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ പോയിന്റ് മാത്രമാണ്. അപ്പോൾ എല്ലാ ശബ്ദങ്ങളും കേൾക്കുകയും അതിൻ്റെതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമാണ് സവർണ ചിന്താഗതിയുള്ള അധികാരത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ഇതുപോലെയുള്ള ഒറ്റപ്പെടുത്തിയാലും ചവിട്ടി അരച്ചാലും വലിയ പ്രശ്നമുണ്ടാവില്ല. കുറച്ച് ശബ്ദങ്ങൾ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് തീരുമെന്നുള്ള സവർണ ചിന്തകളെ ഇല്ലാതാക്കണമെങ്കിൽ എല്ലാവർക്കും ശബ്ദിക്കാനും എല്ലാവർക്കും പോരാടാനും എല്ലാവർക്കും പഠിക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ക്യാമ്പസിലും ആ അവസരങ്ങളെ കൂടുതൽ ആത്മാഭിമാനത്തോടെ നയിക്കാൻ പറ്റുന്ന നിയമങ്ങൾ സർക്കാർ കൊണ്ടുവരിക കൂടി തന്നെ വേണം.